നമസ്തേ. വേദനയൊക്കെ എങ്ങനെയുണ്ട്? മാറി വരുന്നു കൂട്ടാ. കുട്ടനാ? നല്ലേട്ടാ, എല്ലാവരും ഉണ്ടല്ലോ. ഞാനേ നമ്മുടെ കുട്ടൻ മെസ്സേജ്. ആ കുട്ടൻ 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 എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, 2 ദിവസത്തിനകം വണ്ടി എടുക്കാം. അച്ഛനെവിടെ? അച്ഛനൊന്ന് പുറത്തുപോയി. ഞങ്ങൾ വന്നതെന്തിനാന്നറിയും? എടാ വാവി, ഒന്നുകിൽ നീ ഞങ്ങൾ പറയുന്ന കേൾക്ക്. ആ മൊബൈലോടെ വെക്ക്. ഞങ്ങൾ വന്നതെന്തിനാന്നറിയോ? അത്ര പറയാനെന്താ ഉള്ളത്? ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന് കിടക്കല്ലേ. എന്നെ കാണാനും സൗകര്യം അന്വേഷിക്കാനും ഒക്കെ ആപ്പിൾ ഓറഞ്ചൊന്നും കൊണ്ടുവന്നില്ലടാ മനോജ്. എടാ നിന്റെ ദണ്ണറിയാനൊക്കെ കൂടി തന്നെയാ വന്നത്. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ക്ഷേത്രത്തിലൊരു ചെറിയ പരിപാടി. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശണം. ഉണ്ണിത്താൻ ചേട്ടന്റെ കാലാവധി ഈ വർഷം കഴിയും. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശി ഒരാഴ്ച അന്നദാനം നടത്തിയിട്ട് സ്ഥാനം ഒഴിയണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടിയൊക്കെ തന്നെ, പക്ഷെ ഇതാണ് ചെറിയ പരിപാടി. ഇതിനൊക്കെ വലിയ ചിലവ് വരില്ലേ? തന്ത്രി എസ്റ്റിമേറ്റ് ഇട്ട് തന്നു 20 ലക്ഷം. എൻ്റെ അമ്മ 20 ലക്ഷം! ഇത് ആരെടുത്ത് ചെലവാക്കും? അതിനല്ലേ വാവേ നമ്മളെല്ലാരും കൂടി അങ്ങ് വഹിക്കും. നാട്ടുകാരുടെ ആവശ്യമല്ലേ? നാട്ടുകാരെന്തോന്ന് ആവശ്യം? ക്ഷേത്രം വേണം, നല്ലത് തന്നെ. എന്നുവെച്ചാൽ ദൈവത്തിന് എന്തിനാണ് ഈ സ്വർണ്ണത്താഴെ കൂടം? അതുപോലെ അന്നദാനം. ഏതെങ്കിലും ഒരു പട്ടിണിക്കാരൻ അവിടെ ഒന്ന് ആഹാരം കഴിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഈ AC കാറിൽ വന്ന തടിയന്മാർക്ക് കൊടുക്കണാണോ ദാനം? നീ എന്താണ് കമ്മ്യൂണിസ്റ്റായ? കാര്യം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോളണം. ഈ 20 ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം? എടാ, നീ ഡെയിലി ടൗണിൽ പോണല്ലേ? റോഡിന്റെ ഇരുവശം കണ്ടിട്ടുണ്ടാ? എത്ര പള്ളികളാണ് അവരെ കെട്ടിപ്പോക്കണത്? അത് 3-4 നില. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അവര് കെട്ടിപ്പോക്കുന്നുണ്ട് അവരെ പണം ഉണ്ടായിട്ട്. പിന്നെ അറബി നാട്ടിൽ നിന്നും വരുന്നുണ്ടാവും. അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെ പോലത്തെ ഓട്ടോറിക്ഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല പണിതത്. ഞാനൊന്നും പറയാനില്ല, എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. ഇപ്പൊ എന്തിനാടി കത്തറിയ? നിങ്ങളുടെ ചെവി മുറിക്കാൻ മിണ്ടാതെ കിടന്നു. നീ പറയും, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട്. എഴുതി വെക്കാം, കിട്ടുമ്പോ തന്നാ മതി. മനോജേ, ഈ കളി നമ്മൾ ജയിക്കൂട്ടാ. നല്ല കളിയാവേ. എടാ ചന്ദ്ര, നിനക്ക് ഈ കളിയുടെ പേരെന്താന്നറിയോ? വല്ലതും തിരിഞ്ഞിട്ടാണോ നീ ഇരുന്ന് കാണുന്നത്? എടാ, തിരിഞ്ഞില്ലെങ്കിൽ എന്താ? പാകിസ്ഥാന്റെ കൂടെ അല്ലേ ഈ കളി നമ്മൾ ജയിക്കും. നീ നോക്കിക്കോ. സത്യം പറ, നിനക്ക് എന്റെ പേരറിയോ? അറിയാ. എന്നാ പറടാ. ദേവദാസേ, എടാ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോ ഒരു വെള്ളം കുടിക്കാൻ തരില്ലേ? നാരങ്ങളോ? അതല്ലടാ, ഒരു കളർ വെള്ളം തരില്ലേ? സ്ക്വാഷാ. അത് തന്നെ കളി. ഇതില് പാകിസ്ഥാൻ ലോക ചാമ്പ്യന്മാരാണ്, ഇന്ത്യ ഒന്നുമല്ല. അതൊക്കെ പണ്ട്. നീ ഈ കളി നോക്കിക്കോ. ക്രിക്കറ്റ് വല്ല ആയിരിക്കണമായിരുന്നു അടിച്ചവന്മാരുടെ. പിന്നെ അല്ല, ആരോടൊക്കെ തോറ്റാലും പാകിസ്ഥാനോട് ജയിക്കും കിട്ടുന്ന ഒരു ഗുമ്മുണ്ടല്ലോ. നീ എന്നായി കിടന്ന് ചാടുന്നു? നമ്മളല്ലേ ജയിച്ച, അവന്മാരെ ജയിച്ചേ. പാകിസ്ഥാൻ വിൻസ്. ഇവന്മാര് നാണം കെടുത്തു. ടീ ഓഫ് ചെയ്യടാ. എടാ തോറ്റാലെന്താ പൊരിയാ തോറ്റത്? എന്തായാലും തോറ്റല്ല. ആ കളി കൂട്ടറ, യുദ്ധം വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ഇവന്മാരോട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ അതിലാണ് പോയത്. നിനക്ക് എന്താ ഇത്ര ചിരി? ചിരിക്കാൻ പാടില്ലേ? ഇന്ത്യ തോറ്റെന്ന് ചിരിക്കുമല്ലേ? ഇന്ത്യ തോറ്റുന്നോ? എവിടെ, എപ്പോ, എങ്ങനെ? നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? വെറുതെ ഒരു ചിരി അങ്ങോട്ട് വന്നില്ലേ? എന്താ നിനക്ക് എന്നെ കാണുമ്പോ ഇത്ര ചൊറിച്ചൊരു? തോറ്റത് ഇന്ത്യയാണ്. നീ ഒന്നും കൂടുതൽ കളിക്കണ്ടാ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്ത് ഭ്രാന്താ? തലണോ? എന്താണ് നീ അംബാനെ പറ്റി കുറ്റം പറഞ്ഞു, പക്ഷെ ഇന്ത്യയെ പറ്റി പറഞ്ഞ പട്ടി. എന്താണോ നോക്കണം? നീ എന്താണോ നോക്കണേ? വണ്ടി നോക്കിയടാ. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹലോ, എവിടാ? ശരി.
നീ ആരാടാ മറ്റവനെ വെറുതെ ആളുകളെ തന്നെ? നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ? അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത്. നീ മേലാലിമാര് വേഷം കിട്ടി കാണിച്ചാണ്ടല്ലോ. ആ ഷാജാനെ, ഇത് നിനക്ക് കിട്ടിയ അടിയല്ല, നമ്മുടെ സമുദായത്തിന് കിട്ടിയ അടിയാണ്. നീ സമ്മതിച്ചേരില്ല എങ്കിലും ഞാനൊരു കാര്യം പറയാം. നമ്മുടെ വിശ്വാസങ്ങൾക്കും ആദർശങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റാണ്. അത് ശരിയാ. ഇത് ദീനിനും ദീനികൾക്കും കിട്ടിയ അടിയാ. പാകിസ്ഥാനിൽ പോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൈയും കെട്ടി നിച്ചിരിച്ച് വിസ തന്നാ പോകാമെന്ന് ഉസ്താദ് തമാശ പറഞ്ഞു. ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും. തല്ലിയാ തിരിച്ചാലണം. അല്ലാണ്ട് കൊണ്ടോട്ടിരിക്കാൻ ഒക്കില്ല. കൊണ്ടോട്ടി നമ്മളെ പിള്ളേരുണ്ട്, വിളിച്ചാൽ പറന്നു വരും. നല്ല കഥയെ. ആ ഉണക്കച്ചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാർ? തല്ലണമെന്ന് വെച്ചാൽ തല്ല, പക്ഷെ എന്തിന്? അത് പിന്നെ വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയോ മുജീബിനി? എങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് അടികൊള്ളാം. ഉസ്താദെ, എൻ്റെ കാര്യത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിൻ്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിൻ്റെ മതത്തിൻ്റെ പേരൊക്കെ എന്തിനാ വലിച്ചെടുക്കുന്നത്? അതേക്കാ, രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ് അവനെ നിൽക്കാനെ തല്ലിയത്. ഞാൻ കണ്ടാണല്ലോ. എടാ, അവനെന്നെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചാലും അറിയാം. അതിന് കൊണ്ടോട്ടിന്നും കൊയിലാണ്ടിന്നും ആരും പറന്നും നീന്തിയൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ടം. വരണുണ്ട്. ഇവനാണിത് മൊത്തം വഷളാക്കണേ. ഷാജാനെ, നീ ഇവനായിട്ട് വേണ്ടാട്ടാ. എന്താ എടാ, നിങ്ങൾ മീറ്റിംഗ് കൂടെ വന്ന് ഞാൻ അറിഞ്ഞു. അവൻ ആവശ്യത്തിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ മിണ്ടൂല. അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറ. നിനക്കെന്നോടെ കാര്യം വെല്ലം ഉണ്ടെങ്കിലേ പള്ളിക്ക് പുറത്ത്. മുക്രി, വേണ്ട അതിനും പറയരുത്. പള്ളിയിലേക്ക് ആർക്കും വരാം. വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇമാതിരി വേണ്ടാതിനും ചെയ്തിട്ട് തീർപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ തീർപ്പാക്കാൻ വന്നതല്ല, അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടെന്ന് പറയാൻ വന്നാണ്. നീ കൊടുത്തോന്ന് ഞങ്ങൾക്കറിയണ്ട. നീയായി നിന്റെ പാടായി. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കും അല്ലേ? വേണ്ടാതീനം പറയല്ലേ. നീ ആള് ചാരനാണ്, എനിക്കറിയാടാ. ഷാജാൻ ഇവന് ആള് ഇബ്ലീസാണ്. ഈ ശൈത്താനോട് കൂട്ട് വേണ്ട. മുജീബിക്ക ഇങ്ങനോട് അനാവശ്യം പറയലെന്ന് പറഞ്ഞു. പറഞ്ഞ നീ എന്തിയോടെ നാറി. നാറിയന്റെ മറ്റവൻ നീ പോയെ. അല്ല മുജീബിക്ക, വാവയോടെ പറഞ്ഞത് പോവാവേ. പോടെ. നീ ഇവനായിട്ടുള്ള കൂട്ട് അവസാനിപ്പിച്ചോട്ടാ. ഇത് നിന്റെ അവസാനത്തിനാ. പറഞ്ഞ് മനസ്സിലാക്കി ഉസ്താദെ. പറഞ്ഞ് മനസ്സിലാക്കാനൊന്നുമില്ല. പള്ളിമുറ്റത്ത് അവന്റെ കളി. ഓൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചുമ്മാരിക്കുന്നേ. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, എന്നാലും അങ്ങനെയല്ലല്ലോ. ചന്ദ്രന്റെ വായിന്ന് കേൾക്കണം, അതല്ല എൻ്റെ ഒരു രീതി. ചേട്ടാ, ഞാനും സുന്ദരനും തുളസിയും കൂടി നമ്മുടെ ആ അലക്കണ കുളമില്ലേ, അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണായിരുന്നു. പെട്ടെന്ന് ഈ വാവ വണ്ടിയിലൊന്ന് ഇറങ്ങിയിട്ട് നിന്റെ തന്തയുടെ മകളാന്ന് ചോദിച്ചോണ്ട് പടപെടാതെ 3-4 അടി അടിച്ചേട്ടാ. അപ്പൊ നീയൊന്നും ചെയ്തില്ലേ? അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏട്ടാ. ആരാണ് ഈ സുന്ദരനും തുളസിയും? നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അല്ല നല്ലേട്ടാ, അവന്മാർ മറ്റേ കക്ഷികളാ. അവരുമായിട്ട് ഇവന്റെ നടപ്പ്. അടിക്കാൻ കിട്ടും, അത് തന്നെ. അത് കള വീട്ടിൽ. അവേ, ചന്ദ്രൻ പറഞ്ഞുള്ളാണോ? 2 കൊടുത്തു. അടി കൊണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, കൊടുത്ത് എന്തിനാന്ന് കൂടി അറിയണ്ടേ. വെറുതെ നിന്നൊരാളെ ചിരിച്ചെന്നും പറഞ്ഞ് അടിച്ചാൽ അത് ശരിയാണോ? അതും രാജ്യത്തിൻ്റെ പേരും പറഞ്ഞ്. ഈ ഫോണൊന്നും എടുത്തോട്ടെ. എടുത്തോ. ഹലോ. അമ്മയ്ക്ക് തീരെ സുഖമില്ല. നീ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എനിക്ക് വരാൻ പറ്റില്ല. ഞാനെത്താം. ഞാൻ കൊണ്ടുപോവാം. ഓക്കെ. അല്ലെങ്കിൽ തന്നെ ഈ വാവയ്ക്ക് ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു കൊമ്പ് കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല. എന്തോന്ന് കൊമ്പ്? അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാണ്. പക്ഷേ ഈ കാര്യം പറഞ്ഞ് ചന്ദ്രൻ ആരടിച്ചാലോ ശരിയല്ല. ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോണ നാടാണിത്. ഇവനെപ്പോലത്തെ ഞരമ്പ് രോഗികൾ അത് ഇല്ലാണ്ടാക്കും. വാവേ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. ചന്ദ്രൻ നമ്മുടെ ആളല്ലേ. ഞാൻ ആ പള്ളിയുടെ അവിടെ നിന്നാണ് വരുന്നത്. അവർ വലിയൊരു മീറ്റിങ്ങിലാണ്. അവിടെയും കാണുമല്ലോ ഇതുപോലെ 1-2 എണ്ണം. ഞാൻ അവിടെ കയറി മാപ്പും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞാൽ വലിയ മോശമല്ലേ വാവേ? അതുമാത്രമല്ല, അവരുടെ ഇടയിൽ ഒരുത്തന് IS-ഉമായിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടും. നമ്മളൊന്നും സൂക്ഷിക്കണം. അല്ലെങ്കിൽ നിനക്ക് തന്നിഷ്ടം കുറച്ച് കൂടുതലാണ്. അത് ഇതിനകത്ത് നടക്കൂലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. നമുക്ക് പരിഹരിക്കാന്ന്. നിങ്ങൾ പരിഹരിച്ചോ. പണിയുണ്ട്. ആരെയെ കാത്തുപ്പാണല്ലോ. സിസ്റ്ററിൽ നിന്ന് പോണ്ടേ? ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞു. ആരെയെ കാക്കുന്നേ? അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക. ഇപ്പം എത്തും. നിങ്ങൾ ഈ വയസ്സാം കാലത്ത് അവരെ ആശുപത്രിയിലൊന്നും ആക്കണ്ട. നമ്മൾ മന്ത്രി ചോദ്യം വെള്ളം കൊടുത്താൽ മതി. ഈ ശ്വാസം മുട്ടൊക്കെ പമ്പടക്കും.
ചിരിക്കണ്ട. എല്ലാ ശ്വാസം മുട്ടലല്ല. ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും. ചങ്ങലമാടം പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിൽ. ഈ പോക്കിന് ദീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. അതിനെന്താ നോക്കാം. ദേ അവര് വന്നു തോന്നുന്നു. ഈ ഹിമാറാർന്ന ഇവനായിട്ട് വലിയ കൂട്ടൊന്നും വേണ്ട. കുഴപ്പമൊന്നുമില്ല, ആൾ ഉഷാറായി. ഇനി നല്ലോണം അങ്ങ് ആവി പിടിച്ചാൽ മതി. ഞാൻ ഗേറ്റ് തുറക്കാം. ആ കിടന്നു. എന്താ ഇത് വാങ്ങാനുള്ള പരിപാടിയുണ്ടോ? ഇത് അമ്മച്ചിയുടെ മുറിയാ? അല്ല, ഇത് എൻ്റെ മുറിയാ. അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. നല്ല മുറി, സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ ഉണ്ട്. ആ ബാബ സ്റ്റാർ ഹോട്ടലൊക്കെ താമസിച്ചിട്ടുണ്ടോ? താമസിച്ചിട്ടൊന്നുമില്ല, പോയിട്ടൊക്കെ ഉണ്ട്. കണ്ടാൽ തന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. എന്താ ഈ മുറി കണ്ടിട്ട് കിടന്നിറങ്ങാൻ തോന്നുന്നുണ്ടോ? വാവേ ഇരിക്കേ, ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം. ഒന്നുമില്ല, ഞാൻ പോട്ടെ. ഇരിക്കുവാവേ, എന്നെ പേടിയാണോ? പിന്നെ ഇഷ്ട? ഞാൻ പോയിട്ട് വരാം. ചൂടാ. എന്താ ഒട്ടിച്ചില്ലേ? സമരം ചർച്ചയൊക്കെ തീർന്നോ? ഒട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അവരെന്തു പറഞ്ഞു? അവര് മാത്രമല്ല, അവരും പറഞ്ഞു. ഇവരൊക്കെ പറയാനും മാത്രം എന്തെന്നായാലുള്ളത് കാണിച്ചേ. ഒരു പൊട്ടുന്ന സദാചാരം. ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട്? ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ട. ഇനി എല്ലാരും കൂടെ എൻ്റെ മേക്കിട്ട് തീർന്നു. ഞാനിപ്പോ കവറേത് വന്നോളൂ. കഴിഞ്ഞില്ലേ? ഒരു ഗ്ലാസ് കൂടിയുണ്ട്. ഹോട്ടലിലാക്കണം. ഹലോ, മതി. അവിടെ വാപ്പറഞ്ഞാലേ നാളെ നീ പോസ്റ്ററാവും. പിന്നെ അതൊട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും. വാവേ ഇവിടെ വാടാ, ഒരു അത്യാവശ്യം ഉണ്ടോ? അവന് വല്ല മൈൻഡോട്ട് നോക്കിയേ. കവലേന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ? ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ. അവൻ ആവശ്യമില്ലാതെ ഒന്നിനും പോകാറില്ല. ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. കാരണമുണ്ടെങ്കിൽ തല്ലാൻ ഇവനാരി? ഇവിടുത്തെ എസ് ഐ. ആ മാപ്പിള ചെറുക്കൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്? എന്തേലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. വെറുതെ അമ്മയെ പറഞ്ഞ് ഭ്രാന്താക്കണ്ട. നിന്നോട് കൂടി തന്നെയാ പറഞ്ഞേ. ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം? എളുപ്പമായോണ്ട് തല്ലിയല്ല, അവൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തല്ലും. അതന്നെ നല്ലനും പറഞ്ഞേ. നീ അവന്റെ കൂടെ കൂടി ആകെ വഷളായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയല്ലേ പറയണത്? ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിളച്ചക്കൻ അടി കൊണ്ടാലും എന്താന്ന്? അവൻ എൻ്റെ നല്ല കൂട്ടുകാരനാ. ആവശ്യമില്ലാണ്ട് അവൻ്റെ തോളിൽ കയറണ്ട. നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഉണ്ട് ചോദിക്കാൻ ത്രാണിയുള്ളവർ. വേറെ ഉണ്ട് ചോദിക്കാനല്ല, തമ്മിലടുപ്പിച്ച് കാഴ്ചയാണ്. ഒന്ന് സ്വൈര്യം താച്ച. ഞാൻ പറഞ്ഞില്ലേ ഒരു തല്ലുകൊടുത്ത കാര്യം. എന്തിനു തല്ലുണ്ടാക്കാൻ പോണേ? നീ എന്നെ നല്ല കുട്ടിയല്ലേ? പിന്നെ തല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ ഒന്നൊരാളെ ഇതിന്റെ പേരും പറഞ്ഞപ്പോ വീട്ടിൽ സ്വസ്ഥതയില്ല. അച്ഛന്റെ മുഖത്ത് നോക്കണ്ട, ചീത്ത വിളിയാ. സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ നീങ്ങുവാ. അച്ഛൻ്റെ മുഖത്ത് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാം. ഞാനങ്ങോട്ട് വരുവേ, പിന്നെ എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങ് വാ. വന്നിട്ട്
വന്നിട്ട് മുഖത്ത് നോക്കിയിരിക്കും. ചിരിക്കണ്ട, എങ്ങനെ വരും അത് പറ. എനിക്ക് വിശപ്പില്ലമ്മ, അമ്മ കിടന്നോ? അവന്റെ വിശപ്പ് കിട്ടു കാണും. നിങ്ങൾ ഒരുത്തനാ അവൻ ഓരോന്ന് പറഞ്ഞിങ്ങനെ പട്ടിണി കിട്ടുന്നത്. അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടുണ്ട്. ഉറങ്ങുമ്പോ 2-3 മണിയോ, എഴുന്നേക്കാൻ വൈകും. നീ വെളുപ്പിന് വാ. അല്ല, രാവിലെ ഞാൻ വീട്ടിലെന്ത് പറയും? എന്താടാ വാവേ, ചോറ് വേണോ? ഒന്നുമില്ല, അമ്മ കിടന്നോ? പിന്നെന്താടാ? ഞാൻ ഒരു പാട്ട് കേൾക്കുക. ഞാൻ കേട്ടുമല്ല. ഒരു കാര്യം ചെയ്യ്, വലിയ കളിക്കാരനല്ലേ, രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ? നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ്, ഒരു 4 മണിക്ക്. ഞാൻ രാവിലെ പോവാറില്ല, വൈകിട്ടാണ് ജിമ്മിൽ പോവാ. നാളെ മുതൽ ഓടാൻ പോണോ? ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ പൊട്ടാ കുട്ടന്മാരിപ്പോ പൊട്ടനായ? ഓടാനായി ഇറങ്ങി ഇങ്ങ് വരണം. ഞാൻ ഗേറ്റ് പൂട്ടില്ല, അകത്തേക്ക് കയറി ഒരു മിസ് കോൾ ചെയ്താൽ മതി. വരണേ. വരാം.